പുതിയവിളിലേക്ക് സ്വാഗതം. 2026 CPO പരീക്ഷ നല്ല രീതിയിൽ എഴുതി പാസ്സാകണം എന്ന് വിചാരിക്കുന്ന കുറേ അധികം ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ നന്നായിട്ട് എഴുതാൻ പറ്റാത്തവരും കഴിഞ്ഞ തവണ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്തവരും അല്ലെങ്കിൽ പുതുതായിട്ട് വരാൻ പോകുന്നവരൊക്കെ ഇതിനകത്ത് ഈ കാറ്റഗറിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത കോമ്പറ്റീഷനാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, 2025 ഡിസംബർ 31 CPOയുടെ നോട്ടിഫിക്കേഷനും ചിലപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും WCPOയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. പുതിയ ആളുകൾക്ക് ആണ് പറഞ്ഞു തരുന്നത്, പഴയ ആളുകൾക്ക് നേരത്തെ അറിയാം. ഇനി അതിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജനറൽ വിഭാഗത്തിന്, OBC ആണെങ്കിൽ 29, SC/ST ആണെങ്കിൽ 31 വയസ്സ് വരെ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ +2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അത്യാവശ്യം കേരളത്തിൽ നിയമനം നടക്കുന്ന, എന്ന് വെച്ചാൽ ഭയങ്കര നിയമനമൊന്നും, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര നിയമനമൊന്നല്ല, കൊള്ളാവുന്നതിൽ അത്യാവശ്യം ഇപ്പോൾ വേക്കൻസി ഉള്ളതും അത്യാവശ്യം നിയമനം നടക്കാൻ സാധ്യതയുള്ളതും ഒക്കെ CPO മാത്രമാണ്. ബാക്കിയെല്ലാം കണക്കാണ് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കി തന്നെ പോവുക. പുതുതായിട്ട് വരുന്ന ആളുകൾ CPO നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. 2025 ഡിസംബർ 31 വേക്കൻസി വരുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തായിരിക്കും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നമ്മുടെ കേരളം മൊത്തം അങ്ങ് പാനിക്കാവും. അത് CPOയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് എല്ലാവരും അറിയും. അവിടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറയും, കലങ്ങിയിരിക്കുന്ന ചേട്ടൻ വരെ പറയും നിങ്ങളുടെ മോനെടാ പോലീസ് വിളിച്ചിട്ടുണ്ടല്ലോ, നീ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ ആളുകളൊക്കെ വരും. അപ്പോൾ മിക്ക ആളുകളുടെയും പ്രശ്നം, മിക്കവാറും പുതിയ ആളുകൾക്കാണ് ആ പ്രശ്നം വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന്, പുതിയ ആളുകളല്ല പഴയ ആളുകളും അങ്ങനെയാണ്, നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബറിൽ വരുവാണെങ്കിൽ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് ഇതങ്ങോട്ട് പഠിക്കാനുള്ള ത്വര വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു 6 മാസമായിരിക്കും നിങ്ങൾക്ക് കഷ്ടിച്ചൊരു 5 മാസം പഠിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചു. 5 മാസം നിങ്ങൾ തലകുത്തി എന്ന് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു കാരണവശാലും സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ പാസ്സാകാൻ പറ്റത്തില്ല. ഓരോ വർഷം കഴിയും തോറും കട്ട് ഓഫ് ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടും കുട്ടികൾ താഴേക്ക് പോകുന്നില്ല, കുട്ടികൾ നന്നായി പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായിട്ട് പുതുതായി വരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ എന്തായാലും വരും, ഇയർലി നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഈ ഏജ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഡേറ്റ് ഉൾപ്പെടെ വേണമെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ജനുവരി 1 അടുത്ത ഈ പറയുന്ന ആ ഒരു ജനുവരി 2 ജനുവരി 1 ഡേറ്റ് ആണ് വരുന്നത്. എന്തായാലും നമുക്ക് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. എന്തായാലും എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം പഠിക്കണം. ഒരു 9 മാസം പ്രിപ്പറേഷൻ ടൈം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു 60-65 മുകളിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 100 മാർക്കിന്റെ സിലബസ് ആണ്, പരീക്ഷയാണ് സാധാരണ ഇതിൽ. ഈ പറയുന്ന 100 മാർക്കിന്റെ പരീക്ഷ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ ഒരു 60 മാർക്ക്. പിന്നീട് ജോഗ്രഫി, ഹിസ്റ്ററി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 40 മാർക്കും, അങ്ങനെ മൊത്തം 100 മാർക്കാണ് വരുന്നത്. ഈ പറയുന്ന +2 ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് സയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് പഠിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാണ്ട് മാക്സും 10 മാർക്കുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുടെ ഏരിയ ആണ് CPO. നമ്മുടെ LD-യേക്കാൾ വലിയൊരു സിലബസ് ആണ് സിവിൽ പോലീസ് ഓഫീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഈ പറയുന്ന കോച്ചിങ്ങിന് പോകുന്ന ആളുകൾ മിക്കപ്പോഴും പാസ്സായി പോകുന്നതിൻ്റെയും റീസൺ അതാണ് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരു കാക്കി യൂണിഫോം ഇടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക. നമുക്കും കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. 2ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ ബാച്ചാണ്. ആദ്യം മുതലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. അത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി BNS ഒക്കെ ഫുള്ള് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഒരു സെക്ഷൻ 10 സെക്ഷൻ വീതം ഡെയിലി പഠിച്ച് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അല്ലാതെ 3-4 ദിവസം കൂടുമ്പോഴുള്ള ക്ലാസ് ഒന്നും അല്ല. എല്ലാ ദിവസവും ക്ലാസ്സും എല്ലാ ദിവസവും എക്സാം ഒക്കെ നമ്മുടെ ബാച്ചിൽ ഉണ്ടാകും. അപ്പോൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പിൽ CPO ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. WCPക്ക് ഒക്കെ ബാച്ച് ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെയും ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചാണ്. ഇനി ഈക്വൽസിൽ തന്നെ അഡ്മിഷൻ എടുക്കണമെന്നില്ല. നിങ്ങൾ എവിടെയാണോ പോകുന്നത്, നിങ്ങൾ അടുത്ത ചില ആളുകൾക്ക് ഓൺലൈൻ പറ്റണമെന്നില്ല, ഓഫ്ലൈൻ ആണ് വേണ്ടതെങ്കിൽ ഓഫ്ലൈൻ. നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സാം ഉള്ള സെന്ററുകൾ എപ്പോഴും ചൂസ് ചെയ്യുക. അതിൽ ഒരു മാറ്റമില്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുക. പിന്നെ എല്ലാം കൂടെ പഠിപ്പിക്കുന്നിടത്ത് പോയി ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത്. CPOക്ക് വേണ്ടിയുള്ള ക്രാഷ് ബാച്ചുകൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 9 മാസം എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും വേണം. അവിടെ നിങ്ങൾ അവിടെ നിന്നും കുറേ പഠിച്ച്, ഇവിടെ നിന്നും കുറേ പഠിച്ച്, യൂട്യൂബിൽ നിന്നും കുറേ പഠിച്ച് അങ്ങനെ നിങ്ങൾ പഠിക്കാതിരിക്കുക. ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നുണ്ട്, അത് ഇഷ്ടംപോലെ ആളുകൾ കോഴ്സ് ചെയ്യുന്നുണ്ട്. ആരുടെ കോഴ്സ് എടുത്താലും കുഴപ്പമില്ല. നന്നായി പഠിക്കുക, ജോലി വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ട്, സമയമില്ല മക്കളെ. ഞാൻ ഡിസംബർ ആകുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഞാൻ പറയും ഇനി 6 മാസമേ ഉള്ളൂ. ഞാൻ തന്നെ പറയും 6 മാസം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ വന്ന് ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് 2 മാസം കൊണ്ട് പഠിക്കുന്നത് എങ്ങനെ, 3 മാസം കൊണ്ട് പഠിക്കുന്നത് എങ്ങനെയൊക്കെ വന്ന് വീഡിയോ ഇടും. പക്ഷെ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. പുതിയ ആളുകൾക്ക് എഫക്റ്റീവ് ആകാൻ വലിയ പാടാണ്. നേരത്തെ പഠിച്ച ആളുകൾക്ക് ഓക്കെയാണ്, പുതിയ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ വരാതെ പോയ ആളുകൾ, മാർക്ക് കുറഞ്ഞു പോയ ആളുകൾ, കഴിഞ്ഞ ഇത്തവണ ലിസ്റ്റിൽ ഇല്ലാത്തവരും മാർക്ക് കുറഞ്ഞു പോയ ആളുകളും
ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഇപ്പോൾ ഒരു ഓഗസ്റ്റ് കഴിഞ്ഞ ഒരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ പല ആളുകളും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് സാർ ഇനിയിപ്പോൾ കുറച്ച് കഴിയട്ടെ, അത് ടയർഡായിട്ടിരിക്കുക, കുറേ നാൾ മാരത്തോൺ പോലെ പഠിച്ചതാ, എന്നാലും പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ അവർ ഈ പറയുന്ന ആലസ്യത്തിൽ നിന്നൊക്കെ ഉയർന്ന് എപ്പോഴാണ് വരുന്നത് എനിക്ക് അറിയത്തില്ല. മക്കളെ, വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജോലി കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഇപ്പൊ തന്നെ തുടങ്ങുക, ഇന്ന് തന്നെ തുടങ്ങുക. ആൾറെഡി സിലബസ് നിങ്ങളിലുണ്ട്, സിലബസിലൊന്നും മാറ്റമൊന്നുമില്ല. പഠിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒരു ഡിസംബർ ആകുമ്പോൾ തീർക്കാൻ പറ്റിയ മക്കളെ എഴുതി വെച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾ ഒരു 70 മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.